വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. അപ്പോൾ USS എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ് റെസ്പിറേറ്ററി ഓർഗൻ അഥവാ ശ്വസന അവയവങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് ജീവികളുടെ കുറച്ച് ഓർഗാനിസങ്ങളുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് അമീബ. അമീബയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് അമീബ എന്ന് പറഞ്ഞാൽ ഒരു ഏകകോശ ജീവിയാണ് അമീബ എന്ന് പറഞ്ഞാൽ. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? ഡസ് നോട്ട് ഹാവ് എ സ്പെഷ്യലൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻ. അവർക്ക് എന്തില്ല? പ്രത്യേകം അങ്ങനെ ഒരു റെസ്പിറേറ്ററി ശ്വസനാവയവം എന്ന് പറഞ്ഞിട്ടൊരു അവയവം ഇല്ല. പക്ഷേ ഇവർ വായു അകത്തേക്കും പുറത്തേക്കും എടുക്കുന്നത് സെൽ മെംബ്രെയിനിലൂടെയാണ്. എന്തിലൂടെയാണ്? സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിലൂടെയാണ്. ഓക്കെ, കോശസ്തരത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും നടക്കുന്നത്. ഓക്കെ, അപ്പൊ അമീബയ്ക്ക് എന്തില്ല? പ്രത്യേകം അങ്ങനെ ഒരു ശ്വസന അവയവം ഇല്ല. പക്ഷെ വായു അകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് സെൽ മെംബ്രെയിനിലൂടെയാണ്. ദെൻ നെക്സ്റ്റ് ആരാണ് അടുത്തത്? എർത്ത് വേം അഥവാ മണ്ണിര. മണ്ണിരയെ സാധാരണ നിങ്ങൾ എവിടെയാ കാണപ്പെടാറുള്ളത്? ഈർപ്പമുള്ള സ്ഥലങ്ങളിലായിരിക്കും മണ്ണിരയെ കാണുക അല്ലേ? അതായത് ഇവരുടെ ശ്വസന അവയവം അഥവാ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അവരുടെ മോയ്സ്ചർ ആയിട്ടുള്ള ആ സ്കിൻ തന്നെയാണ്, ഈർപ്പമുള്ള അവരുടെ ആ ചർമ്മം തന്നെയാണ് എന്ത്? അവരുടെ ശ്വസനാവയവം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അമീബയുടെ എന്താണ്? പ്രത്യേകം അങ്ങനെ ശ്വസനാവയവം ഇല്ല, പക്ഷേ സെൽ മെംബ്രെയിനിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അഥവാ മണ്ണിരയുടെ ഏതാണ്? മോയ്സ്ചർ സ്കിൻ അഥവാ ഈർപ്പമുള്ള ചർമ്മത്തിലൂടെയാണ്. അടുത്ത് നോക്കാം. അടുത്ത ആളാണ് നമ്മുടെ ഇൻസെക്ട്സ് അഥവാ ഷഡ്പദങ്ങൾ. ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട് അല്ലെ? ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സൈഡ് വാളിൽ സ്മോൾ പോസ് ഉണ്ടാകും, ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും. അതിൽ എന്തുണ്ടാകും? നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഉണ്ടാകും. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഉണ്ട്. അതാണ് എന്ത്? അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസെക്ട്സുകളുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം നമ്മുടെ ഫിഷ് ശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീടുകളിൽ അക്വേറിയത്തിലൊക്കെ ഉണ്ടാവില്ലേ? അക്വേറിയത്തിലൊക്കെ എന്തുണ്ട്? ഇവർ വായിലൂടെ എന്ത് ചെയ്യുന്നു? വെള്ളം എടുക്കും. അങ്ങനെ വായിലൂടെ വെള്ളം എടുത്തിട്ട് ഇവർക്ക് ഗിൽസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനാണ് ഗിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗിൽസ് എന്ന് പറഞ്ഞു ഇവരെന്ത് ചെയ്യുന്നു? വെള്ളം മൗത്തിലേക്ക് എടുത്തതിന് ശേഷം ഗിൽസിലൂടെ എന്ത് ചെയ്യുന്നു? ഇത് പുറന്തള്ളും. എന്നിട്ട് ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഇവരുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗില്ലുകളാണ് അഥവാ ഗിൽസ് ആണ് എന്ത്? ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ 4 എണ്ണത്തിന് നമ്മൾ പഠിച്ചു കേട്ടോ. അടുത്ത ലാസ്റ്റ് വണ്ണാണ് ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്ന് പറയും. ആംഫിബിയൻസ് അഥവാ ഉഭയജീവികൾ എന്ന് പറയും. എന്താ ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കരയിലും എന്തിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും അല്ലെ? അതിന് ഉദാഹരണമാണ് ആര്? നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞ, തവള എന്ന് പറഞ്ഞ. അപ്പൊ ഇവരെങ്ങനെയാണ്? ലാൻഡിലായിരിക്കുമ്പോൾ, വാട്ടറിലായിരിക്കുമ്പോൾ എങ്ങനെ ശ്വസിക്കും? അഥവാ പുറത്തായിരിക്കുമ്പോൾ എങ്ങനെ ശ്വസിക്കും? നോക്കൂ, റെസ്പയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ്. ഇവരെന്തായാലും കരയിലായിരിക്കുമ്പോൾ ഇവർ ഏതിലൂടെയാണ്? ശ്വാസകോശത്തിലൂടെ ഇവർ ശ്വസിക്കുകയും വെള്ളത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ്? ചർമ്മത്തിലൂടെ, സ്കിന്നിലൂടെയാണ് ഇവരെന്ത് ചെയ്യുക? ശ്വസിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് മക്കൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത കൺസെപ്റ്റുമായിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.